നീറ്റ് എന്ന പരീക്ഷ നിങ്ങളുടെ അടുത്തെത്തി നിൽക്കുകയാണ്. കഷ്ടിച്ച് ഏകദേശം ഒരു 50ഓളം ദിവസമേ ഉള്ളൂ. നിങ്ങളെല്ലാം പഠിത്തത്തിൻ്റെ തിരക്കിലാണ്, ചൂടിലാണെന്നറിയാം. നീറ്റ് എക്സാമിനേഷന് ബയോളജിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട യാതൊരു കാര്യവുമില്ല. അത് നിങ്ങൾക്കറിയാം. പകുതി ചോദ്യങ്ങൾ ബയോളജിയിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ 720 മാർക്കിൽ 360 മാർക്ക് ബയോളജിയിൽ നിന്നാണ്. ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ബയോളജിക്ക് 350 അതിൽ കൂടുതലോ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതിനെന്ത് വേണം? ടെക്സ്റ്റ് ഭംഗിയായിട്ട് മനസ്സിരുത്തി പല പ്രാവശ്യം വായിക്കുക. ധാരാളം ടേംസ് അതിനകത്തുണ്ട്, അതൊക്കെ ഹൃദിസ്ഥമാക്കുക. ബയോളജിയിലുള്ള 95% ചോദ്യങ്ങളും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതിന് വലിയ മാത്തമാറ്റിക്കൽ സ്കില്ലോ അനാലിറ്റിക്കൽ തിങ്കിങ്ങോ ലോജിക്കൽ തിങ്കിങ്ങോ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണെന്ന് മാത്രമല്ല, ചോദ്യങ്ങളെല്ലാം 15 സെക്കൻഡ് കൊണ്ട് വരെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ചുരുക്കം ചില ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ അല്പം ആലോചിച്ച് എഴുതേണ്ട ചോദ്യങ്ങൾ. പക്ഷേ ടെക്സ്റ്റ് ഭംഗിയായിട്ട് എല്ലാ ചാപ്റ്ററും വായിക്കണം. എല്ലാ ചാപ്റ്ററും ഒന്നുപോലും വിടാതെ. കാരണം അവിടെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എന്നോ അൺഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ അവിടെ ഇല്ല. എല്ലാ ചാപ്റ്ററും വായിക്കുക, നല്ലവണ്ണം ഹൃദിസ്ഥമാക്കുക. എന്നാൽ സാധാരണ ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ ഇതിനു മുമ്പ് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത പല ചോദ്യങ്ങളും ചില ചാപ്റ്റേഴ്സിൽ നിന്ന് വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സാമ്പിൾ 2 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കെമിക്കൽ കോഓർഡിനേഷൻ എന്നുള്ള ഫസ്റ്റ് ഇയർ ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ചോദ്യം. സ്റ്റിറോയിഡ് ഹോർമോൺസ് ബൈൻഡ് വിത്ത് സെൽ മെംബ്രെയിൻ റിസപ്റ്റേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദി അഡ്രിനൽ മെഡുല്ല, റെഗുലേറ്റ് ജീൻ എക്സ്പ്രഷൻ, നീഡ് സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ഫോർ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ. നിങ്ങൾക്കറിയാം, അഡ്രിനൽ മെഡുല്ല സ്റ്റിറോയിഡ് ഹോർമോൺസ് ഒന്നും തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. സ്റ്റിറോയിഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടെസ്റ്റിസ്, ഓവറി, അഡ്രിനൽ കോർട്ടക്സ് ആണ്. അപ്പോൾ ഈ അത് തെറ്റ്. ഇനി സ്റ്റിറോയിഡ് ഹോർമോൺസിന്റെ പ്രത്യേകത എന്താണ്? സ്റ്റിറോയിഡ് ഹോർമോൺസ് ക്യാൻ എൻ്റർ ദ ടാർഗറ്റ് സെൽ. സ്റ്റിറോയിഡ് ഹോർമോൺസ് സെല്ലിനകത്ത് പ്രവേശിച്ച് സൈറ്റോപ്ലാസത്തിലോ ന്യൂക്ലിയസിലോ ഉള്ള റിസപ്റ്ററുമായിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്. ഇൻട്രാ സെല്ലുലാർ റിസപ്റ്ററുമായിട്ട് സ്റ്റിറോയിഡ് ഹോർമോൺസ് ബൈൻഡ് ചെയ്യുന്നു. ആ ഒരു ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ന്യൂക്ലിയസിലുള്ള ഒരു സ്പെസിഫിക് ജീനിനെ അത് ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ സ്റ്റിറോയിഡ് ഹോർമോൺസ് ആർ ജീൻ ആക്ടിവേറ്റേഴ്സ്. നേരിട്ട് ജീനുകളെ ആക്ടിവേറ്റ് ചെയ്യാൻ കഴിവുള്ളവരാണ് സ്റ്റിറോയിഡ് ഹോർമോൺസ്. നോൺ സ്റ്റിറോയിഡ് ഹോർമോൺസിന് ആ കഴിവില്ല. അവരൊരിക്കലും ഡയറക്റ്റ് ആയിട്ട് ജീൻസിനെ ആക്ടിവേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ സ്റ്റിറോയിഡ് ഹോർമോൺസ് ആർ ജീൻ ആക്ടിവേറ്റേഴ്സ്. ദേ റെഗുലേറ്റ് ജീൻ എക്സ്പ്രഷൻ. അപ്പോൾ ഇതാണ് അതിന്റെ ആൻസർ. അപ്പോൾ അവര് ഇൻട്രാസെല്ലുലാർ റിസപ്റ്ററുമായിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്, മെംബ്രെയിൻ റിസപ്റ്ററുമായിട്ടല്ല. നോൺ സ്റ്റിറോയിഡ് ഹോർമോൺസ് ആയിട്ടുള്ള പെപ്റ്റൈഡ് ഹോർമോൺസും പ്രോട്ടീൻ ഹോർമോൺസും കാറ്റക്കോളാമൈൻസുമാണ് മെംബ്രെയിൻ റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത്. അവസാനത്തെ സ്റ്റിറോയിഡ് ഹോർമോൺസിന് സെക്കൻഡ് മെസ്സഞ്ചറിന്റെ സഹായം ആവശ്യമില്ല. സെക്കൻഡ് മെസ്സഞ്ചറിന്റെ സഹായം ആവശ്യമുള്ളത് ആർക്കാണ്? മെംബ്രെയിൻ റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന പെപ്റ്റൈഡ് ഹോർമോൺസിനും കാറ്റക്കോളാമൈൻസിനും ഒക്കെയാണ് സെക്കൻഡ് മെസ്സഞ്ചറിന്റെ സഹായം ആവശ്യമുള്ളത്. കാരണം അവർക്ക് സെല്ലിനകത്തേക്ക് പ്രവേശിക്കാൻ ഒക്കുകയില്ല. നോൺ സ്റ്റിറോയിഡ് ഹോർമോൺസിന് സെല്ലിനകത്തേക്ക് എൻട്രി ഇല്ല. അതുകൊണ്ട് അവർ മെംബ്രെയിൻ റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. സെക്കൻഡ് മെസ്സഞ്ചറിന്റെ സഹായത്താലാണ് ഒരു കാസ്കേഡ് ഓഫ് റിയാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ റെഗുലേറ്റ് ജീൻ എക്സ്പ്രഷൻ. അടുത്ത ചോദ്യം സെക്കൻഡ് ഇയറിലുള്ള ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. The 2 major ways that the body carries out the acquired immune responses are. നിങ്ങൾക്കറിയാം, ഇമ്മ്യൂണിറ്റി 2 തരമുണ്ട്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയും അക്വയർഡ് ഇമ്മ്യൂണിറ്റിയും. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇൻബോൺ ആൻഡ് ഇൻഹെറിറ്റഡ് ആണ്. അക്വയർഡ് ഇമ്മ്യൂണിറ്റി ബർത്തിന് ശേഷം നമ്മൾ പടിപടിയായിട്ട് നേടിയെടുക്കുന്നതാണ്. അക്വയർഡ് ഇമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്താണ്? അക്വയർഡ് ഇമ്മ്യൂണിറ്റിയിലാണ് ആന്റിബോഡീസും T ലിംഫോസൈറ്റ്സും ഒക്കെ പ്രവർത്തിക്കുന്നത്. അക്വയർഡ് ഇമ്മ്യൂണിറ്റിക്ക് തന്നെ 2 വിഭാഗമുണ്ട്. ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയുമുണ്ട്, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയാണ്. ബി ലിംഫോസൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡീസ് സെൽ
ബ്ലഡ് എന്ന് പറയുന്ന ഹ്യൂമറിൽ കൂടെ സർക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആന്റിബോഡി ഉപയോഗിച്ചിട്ടുള്ള ഡിഫൻസിന്റെ പേരാണ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. എന്നാൽ T ലിംഫോസൈറ്റ്സ് നേരിട്ട് പോയി ടാർഗറ്റ് സെല്ലിനെ അറ്റാക്ക് ചെയ്യുന്നതാണ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ ഡയറക്റ്റ് അറ്റാക്ക് ബൈ T സെൽസ് ആൻഡ് അറ്റാക്ക് ബൈ സെല്ലുലാർ സർക്കുലേറ്റിംഗ് ആന്റിബോഡീസ്, ഇതാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റിയുടെ. അതേസമയം ഒന്നാമത്തെയും രണ്ടാമത്തെയും നാലാമത്തെയും എന്തിന്റെ പ്രോപ്പർട്ടിയാണ്? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ പ്രോപ്പർട്ടിയാണ്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ ചില ബാരിയേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് ആ ബാരിയേഴ്സ്? ഫിസിക്കൽ ബാരിയേഴ്സ്, ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്, സെല്ലുലാർ ബാരിയേഴ്സ്, സൈറ്റോകൈൻ ബാരിയേഴ്സ്, ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. ഇത്തരത്തിലുള്ള ബാരിയേഴ്സ് ഉൾപ്പെടുന്നത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിലാണ്. അക്വയർഡ് ഇമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെയുള്ള ബാരിയേഴ്സ് ഇല്ല. അവിടെ ആന്റിബോഡി ഉപയോഗിച്ചിട്ടുള്ള ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയും ഡയറക്റ്റ് ആയിട്ടുള്ള T സെൽസ് ഉപയോഗിച്ചിട്ടുള്ള സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയുമാണ്. അപ്പോൾ അതിന്റെ ആൻസർ 3 ആണ്.